മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനവും വണക്കവും സമാപിച്ചു. ഡിസംബർ 27, 28, 29 തീയതികളിലായിരുന്നു തിരുശേഷിപ്പ് വണങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർലോ അക്യൂട്ടിസ് ഏഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അരുണാചൽ പ്രദേശിലെ ഫാത്തിമീത്ത് സഭയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രദർശനവും വണക്കവും ക്രമീകരിച്ചിരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ്. വാഴ്ത്തപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ ദൈവദാസരും ധന്യർ അവരുപയോഗിച്ച വസ്ത്രങ്ങളുടെയും അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വളരെ പ്രത്യേകം ആർജിച്ചിരിക്കുന്ന 500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ്. അത് പ്രത്യേകം അവരുടെ എല്ലിൻ്റെ അംശങ്ങളാണ്. 3 തരം തിരുശേഷിപ്പുകളാണ് കത്തോലിക്ക സഭയിലുള്ളത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ്, 2 സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് റിലീക്സ് 500 നമ്മുടെ കയ്യിലുണ്ട്. അതിനെല്ലാം ആധികാരികത പുലർത്തുന്ന സർട്ടിഫിക്കറ്റുകൾ അവരുടെ അധികാരികൾ, പോസ്റ്റ്ലേറ്റർ ജനറൽമാർ, മെത്രാന്മാർ, കർദിനാൾമാർ അവർ പ്രത്യേകം തന്ന സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഇതിനെല്ലാം നമ്മുടെ കയ്യിലുള്ള സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ഈ തിരുശേഷിപ്പുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്കമാലി ജോസ്പുരം ഫാത്തിമേറ്റ്സ് കോൺഗ്രിഗേഷൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കാർലോ അക്യൂട്ടിസ് ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിലാണ്. കാർലോ അക്യൂട്ടിസ് ഫൗണ്ടേഷൻ 2007 തുടങ്ങിയതാണ്. കാർലോ അക്യൂട്ടിസിൻ്റെ അമ്മയാണ് അതിൻ്റെ പ്രധാന രക്ഷാധികാരി. ഏഷ്യൻ അസോസിയേഷൻ്റെ ഹെഡായിട്ട് ജോയ്സ് അപ്രേം, അതായത് എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ തന്നെയാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. കാർലോ അക്യൂട്ടിസിൻ്റെ ഒരു മിഷനാണ് ഞങ്ങളെ തുടർന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ 1500ഓളം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ 25 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം നോക്കുമ്പോൾ കാർലോ അക്യൂട്ടിസിൻ്റെ അവൻ്റെ അഴുകാത്ത ഹൃദയത്തിൻ്റെ അംശം കാണാം. അവനുപയോഗിച്ച ടീഷർട്ട്, അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്തൊരു കോടീശ്വരൻ ധന്യപദവിയിലേക്ക് ഉയർന്നു എൻറിക് ഹെൻറി ഷാ എന്ന് പറഞ്ഞ അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ ഷർട്ട്, ടൈ, അദ്ദേഹത്തിൻ്റെ പേഴ്സിൻ്റെ അംശം, അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയുടെ അംശം, വളരെ റെയർ ആയിട്ടുള്ള റിലിക്സ് ഒക്കെ നമുക്കിവിടെ കാണാം. ഉൾമ കുടുംബം ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് കത്തോലിക്ക സഭയിൽ ഒരു കുടുംബത്തെ മുഴുവൻ വാഴ്ത്തപ്പെട്ട ഒരു നിരയിലേക്ക് ഉയർത്തുന്നത്. അതിലും പ്രത്യേകത ആ കുടുംബത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടീനെ വാഴ്ത്തപ്പെട്ട ഒരു നിരയിലേക്ക് ഉയർത്തി. ഉൾമ കുടുംബത്തിലെ ജനിക്കുന്നതിന് മുമ്പ്, അതായത് അമ്മ രക്തസാക്ഷിത്വം ഭരിക്കുമ്പോൾ അമ്മയെ വെടിവെക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്ന് കൊച്ചിൻ്റെ കൈയും കാലും പുറത്തു വന്നെന്നാണ് ചരിത്രം എഴുതിയിരിക്കുന്നത്. ഓൾറെഡി ഈ വിശുദ്ധരെ പറ്റിയെല്ലാം പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ 100 ഞാൻ എഴുതിയിട്ടുണ്ട്. കാർലോ അക്യൂട്ടിസിൻ്റെ ആദ്യ ജീവചരിത്രം തന്നെ ഇംഗ്ലീഷിൽ ചെയ്യുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം നൽകിയിട്ടുണ്ട്. അവൻ്റെ അമ്മയോട് കൂടെ സംസാരിച്ച സ്കൈപ്പിലൂടെ അവൻ ദൈവദാസനാകുന്നതിന് മുമ്പ് തന്നെ ആ പുസ്തകം രചിക്കാൻ എനിക്ക് ദൈവം അനുഗ്രഹം നൽകി. അവൻ്റെ ആ മിഷൻ തുടർന്ന് കൊണ്ടുപോവുകയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇതിനിപ്പോൾ നേതൃത്വം വഹിക്കുന്നത് ഇപ്പോൾ ഫാത്തിമേറ്റ് സഭയിലെ സന്യാസ സമൂഹയിലെ ബ്രദേഴ്സുണ്ട്, വൈദികരുണ്ട്. അപ്പോൾ എൻ്റെ പപ്പായും ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. നേരത്തെ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ ഈ ഡിസംബർ 12 നിര്യാതയായി. കാർലോ അക്യൂട്ടിസിൻ്റെ ഈ തീഷ്ണത നിറഞ്ഞ ഈ ജീവിതം വഴി ഞങ്ങളും ഈ വിശുദ്ധരെ എല്ലാം കാട്ടിക്കൊണ്ട് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം നാളെ നമ്മളെല്ലാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ 1500 പേരുടെ മുഖം നമുക്ക് ഓർമ്മയിലുണ്ടാകണം. ഈ 1500 പേരെ നമ്മൾ കണ്ട് പരിചയമില്ലാത്തവരാന്ന് പറയരുത്. അവർ നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ അവരുടെ പേര് വിളിച്ച് അവരുടെ കൂടെ പോകാനുള്ള സൗഭാഗ്യം നമ്മൾ നേടിയെടുക്കണം. അതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് യുവജനങ്ങളൊക്കെ വിശുദ്ധരെ തേടിപ്പോകുവാനും വിശുദ്ധരെ അന്വേഷിക്കുവാനും. അവരെപ്പോഴും ചോറ് തെളിക്കുന്ന ഈ പ്രായത്തിൽ അവർക്ക് മാതൃകകളാണ് വേണ്ടത്. അവർക്കുള്ള മാതൃകകൾ ഞങ്ങളുടെ ഇവിടെയുണ്ട്. ഞങ്ങൾ എല്ലാ ഇടവകളിലും എല്ലാ ഞായറാഴ്ചകളിലും ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രമേ ഞങ്ങൾ മേടിക്കാറുള്ളൂ. അതായത് നിങ്ങളുടെ ഇടവകളിലെ വികാരിയച്ഛന്മാർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അഥവാ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, പാരിഷ് ഹാളിൽ ഇങ്ങനൊരു സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾ എവിടെയാണെങ്കിലും കേരളത്തിന് എവിടെയാണെങ്കിലും ഞങ്ങൾ ചെയ്തു തരാൻ സന്നദ്ധരാണ്. കാരണം ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടുക എന്ന് മാത്രമാണ്. സ്വർഗത്തിൻ്റെ ആ കവാടത്തിലേക്ക് ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുക മാത്രം ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് അംഗീകാരമോ പ്രശസ്തിയോ പണമോ ഒന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നിറയ്ക്കുക, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും ഇവിടെ വന്ന് കാണാവുന്നതാണ്. ഇപ്പം മാന്നാനത്താണ്.
ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബത്തിലെ തിരുശേഷിപ്പുകളാണ്. പ്രത്യേകമായി അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു മാതാവിൻ്റെ സ്റ്റാച്യു, അതോടൊപ്പം തന്നെ അവരുടെ ഷെൽഫിലുണ്ടായിരുന്ന ഒരു മാലാഖയുടെ ഒരു രൂപം, പിന്നെ കൊച്ചുത്രേസ്യയുടെ ആദ്യം അടക്കിയ ശവപ്പെട്ടിയുടെ അംശം, രണ്ടാമതടക്കിയ ശവപ്പെട്ടിയുടെ അംശം, കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളുടെ എല്ലിൻ്റെ അംശം, കൊച്ചുത്രേസ്യയുടെ മുടിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നത് മൊണാസ്റ്റൻസ് ബീൻസ് അത്ഭുതമാണ്. 1732 പോളണ്ടിൽ അസംഷൻ ദേവാലയത്തിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ്. അവിടെ വാഴ്ത്തി വച്ചിരുന്ന ഈശോയുടെ തിരുവോസ്തിയും അർലിക്കയും ചേർന്ന് മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. പോകുന്ന വഴിയിൽ അതിന് കനം കൂടി അവർ ഒരു കൃഷിയിടത്തിൽ അത് ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിച്ച സ്ഥലത്ത് ബീൻസ് കൃഷി നടക്കുകയായിരുന്നു. ആ ഉപേക്ഷിച്ച സ്ഥലത്തുണ്ടായ ബീൻസിനെല്ലാം ഈ അർലിക്കയുടെ ചിത്രം, ഈശോ അർലിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ ചിത്രം ഇപ്പോഴും ദൃശ്യമായി കാണാവുന്നതാണ്. അതിൽ 3 ബീൻസുകളാണ് ഇവിടെ നമുക്കായി കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1500ഓളം വരുന്ന വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നിങ്ങളുടെ ഇടവകയിലും പ്രദർശിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. തീർത്തും സൗജന്യമായി തന്നെ ഇത് നിങ്ങളുടെ ഇടവകളിലും പ്രദർശിപ്പിക്കാനായി നിങ്ങളുടെ വികാരിയച്ഛന്മാരുമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.